തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിനെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ, വിശുദ്ധ യോഹന്നാൻ്റെ അറിയിച്ച സുവിശേഷം അധ്യായം 8:42 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. യേശു അവരോട് പറഞ്ഞു, ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ സ്വമേധയാ വന്നതല്ല, അവിടുന്ന് എന്നെ അയച്ചതാണ്. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല? എൻ്റെ വചനം ശ്രവിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെ. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്ന് ഉള്ളവരാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല, എന്തെന്നാൽ അവന് സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും? ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല? ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളവരല്ല, അതുകൊണ്ട് നിങ്ങൾ അവ ശ്രവിക്കുന്നില്ല. ഈശോയിൽ വിശ്വസിക്കാനും ഈശോ പറയുന്നത് സ്വീകരിക്കാനും പറ്റാതെയും മനസ്സാകാതെയും മറുതലിച്ച് നിൽക്കുന്ന യഹൂദരോട് ഈശോ നമ്രത്തോടുകൂടെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിച്ചത്. താൻ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലാത്തത്, ഗ്രഹിക്കുന്നില്ലാത്തത്, തിരിയാൻ പറ്റുന്നില്ലാത്തത്? ഈശ്വരൻ കാരണം പറയുന്നത്, നിങ്ങൾ എൻ്റെ പിതാവിൽ നിന്നുള്ളവരല്ല, നിങ്ങൾ വേറൊരു പിതാവിൻ്റെ മക്കളാണ്. ആ പിതാവ് ആരാണ് എന്നും ഈശോ വ്യക്തമായിട്ട് പറയുകയാണ്, തെളിച്ച് പറയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്ന് ഉള്ളവരാണ്. ഈശോ ഒരു കാര്യവും അശ്രദ്ധമായിട്ട് ഉത്തരവാദിത്വമില്ലാതെ പറയില്ല, നമുക്കറിയാം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അത് ഈശോയുടെ നിരന്തരമുള്ള ശൈലിയാണ്. ഈശോ തന്നെ സത്യമാണ്, പറയുന്നതും സത്യമായ രീതിയിലേ ഉള്ളൂ. സത്യമാണ് ഈശോ എപ്പോഴും പറയുന്നത്. അതുകൊണ്ട് ഈശോ അവരോട് നിങ്ങൾ നിങ്ങളുടെ പിതാവായി പിശാചിൽ നിന്നുള്ളവരാണ് എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. എന്ത് കാര്യമാണ് ഈ ആൾക്കാരെ പിശാചിൻ്റെ മക്കളാണ് എന്ന് വ്യക്തമാക്കാൻ ഈശോയ്ക്ക് ഇട വരുത്തുന്നത്? അവർ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈശോയെ കൊല്ലാൻ അവർ ആലോചിക്കുന്നു, ഈശോയെ വെറുക്കുകയാണ്. അതേക്കുറിച്ച് മുൻപുള്ള വചനങ്ങൾ കാണുന്നുണ്ട്. ഈശോയെ കൊല്ലാൻ ആലോചിക്കുന്നു, വെറുക്കുന്നു, വെറുപ്പോടെ പെരുമാറുന്നു. ഈശോ പറയുകയാണ്, ഇത് നിങ്ങളുടെ അപ്പൻ്റെ സ്വഭാവമാണ്, പിശാചിൻ്റെ സ്വഭാവമാണ്. പിശാചിൻ്റെ സ്വഭാവത്തിൻ്റെ ഒന്നാമത്തെ ഘടകം ഈശോ പറയുന്നത് അവൻ കൊലപാതകയാണ്. രണ്ടാമത്തെ കാര്യം, അവൻ നുണയനാണ്, നുണ പറയുന്നു, സത്യം സ്വീകരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് പിശാചിൻ്റെ മക്കളായിരിക്കുന്ന വ്യക്തികൾക്ക് സത്യം കേൾക്കുമ്പം തിരിയില്ല. തള്ളക്കോഴി കൊക്കുന്നത് കേൾക്കുമ്പോൾ പന്നിക്കുഞ്ഞുങ്ങൾ ഓടി വരില്ല. അല്ലെ പശു അമർന്ന് കേൾക്കുമ്പോൾ ആട്ടുകുഞ്ഞുങ്ങൾ ഓടി വരില്ല. തള്ളയാട് കരഞ്ഞാൽ ആട്ടുകുഞ്ഞിന് ഓടിച്ചെല്ലും. തള്ളക്കോഴി കൊക്കുമ്പോൾ കോഴി കുഞ്ഞുങ്ങൾ ഓടി വരും. ഈശോ ആവർത്തിച്ച് പറയുന്നൊരാശയമാണല്ലോ ഇത്. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കും. യോഹന്നാൻ 10 നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ ആവർത്തിച്ച് പറയുന്നുണ്ട്, എൻ്റെതല്ലാത്ത ആടുകൾ എൻ്റെ സ്വരം കേൾക്കുകയില്ല, എൻ്റെ ആടുകൾ അന്യൻ്റെ സ്വരം കേൾക്കുകയില്ല. അവിടെ ഈശോ പറയുന്നുണ്ട് യോഹന്നാൻ 10, നിങ്ങൾ എൻ്റെ ആട്ടിൽപ്പെട്ടവരല്ല. 26 വാക്യം യോഹന്നാൻ 10. അതുകൊണ്ട് നിങ്ങളെൻ്റെ സ്വരം ശ്രവിക്കുന്നില്ല. ഈശോ സത്യമാണ്, സാത്താൻ നുണയനാണ്.
നുണയൻ്റെ മക്കളായ വ്യക്തികൾക്ക് സത്യം പങ്കുവെക്കുന്ന ഈശോയെ ശ്രമിക്കാൻ പറ്റുന്നില്ല. അവർ നുണയോട് ചേർന്ന് നിൽക്കുകയാണ്, സത്യം സ്വീകരിക്കാൻ തയ്യാറല്ല. നമ്മൾ ഈ വചനഭാഗം ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ഈ 44-ാം വചനം യോഹന്നാൻ 8 ഇതേക്കുറിച്ച് വിശുദ്ധ പിതാക്കന്മാർ പറയുന്ന ഒരു കമൻ്റുണ്ട്. ഇത് സാത്താൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഈശോ എഴുതി വച്ചിരിക്കുന്ന ഒരു കോണ്ടക്റ്റ് സർട്ടിഫിക്കറ്റാണ്, സ്വഭാവ സർട്ടിഫിക്കറ്റാണ്. 2 ഘടകങ്ങളാണ് സാത്താൻ്റെ സ്വഭാവത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് ഈശോ പറഞ്ഞിരിക്കുന്നത്. അതൊന്ന്, അവൻ കൊലപാതകിയാണ്, 2, അവൻ നുണയനാണ്. അതുകൊണ്ട് ഈ 2 സ്വഭാവങ്ങൾ ഏതൊക്കെ വ്യക്തികളിൽ കാണുന്നുവോ ആ വ്യക്തികൾ സാത്താൻ്റെ സന്തതികളാണ് എന്ന് ഈശോ അർത്ഥമാക്കുന്നുണ്ട്. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിലും 3-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ മക്കൾ ആരെയെന്നും പിശാചൻ്റെ മക്കൾ ആരെയെന്നും ഇതിനെ വ്യക്തമാണ്. 1 യോഹന്നാൻ 3-10 വാക്യം. ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചൻ്റെ മക്കളാരെന്നും ഇതിനെ വ്യക്തമാണ്. നീതി പ്രവർത്തിക്കാത്തവരും ദൈവത്തിൻ്റെ നിന്നുള്ളവരല്ല, സഹോദരൻ സ്നേഹിക്കാത്തവരും അങ്ങനെ തന്നെ. എന്നിട്ട് കായാൻ്റെ കാര്യം പറയുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളും സാത്താൻ്റെ മക്കളും എന്ന് പറയുന്നത് ബൈബിളിൽ ആഴപ്പെട്ട് നിൽക്കുന്നൊരു ചിന്തയാണ്. നമ്മൾ ഈ പറഞ്ഞ ഭാഗങ്ങൾ മാത്രമല്ല, മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 43 തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. അപ്പോൾ ശത്രുവിനെ സ്നേഹിച്ച് പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങൾ നീങ്ങിയാൽ മാത്രമേ നിങ്ങൾ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മക്കളാവുകയുള്ളൂ. അതിന് പകരം ശത്രുവിനെ വെറുത്ത് പീഡിപ്പിക്കുന്നവരെ ശപിച്ച് അവർക്കെതിരെ വെറുപ്പുമായിട്ട് നിങ്ങൾ നീങ്ങുമ്പോൾ നിങ്ങൾ വേറൊരു അപ്പൻ്റെ മക്കളാണ്, ഒരു ഡ്യൂപ്ലിക്കേറ്റ് അപ്പൻ്റെ മക്കളാണ്. അത് നരകസ്ഥനായ ഒരു പിതാവാണ്. യഥാർത്ഥ പിതാവല്ല, പിതാവായിട്ട് അവൻ അഭിനയിക്കുകയാണ്. യഥാർത്ഥ പിതാവ് സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നെയാണ്. അങ്ങനെ 2 അപ്പന്മാരെ കുറിച്ചുകൂടി ഈശോ പറയുകയാണ്. അപ്പോൾ അത് വെറുപ്പ് കാണുമ്പോൾ കൊലപാതകിയുടെ മക്കളാണ്. ഒപ്പം നുണ കാണുമ്പോഴും നമ്മൾ 2-ാമത്തെ കാര്യത്തെക്കുറിച്ച് ചിലപ്പോൾ ചിന്തിക്കുന്നത്, പിശാച് നുണയനും നുണയുടെ പിതാവുമാണ്. പിശാചിൻ്റെ സ്വഭാവം 2-ാമത്തെ ഘടകം ഇതാണ്. ഈ നുണയെന്ന് പറയുന്നത് അനേക വ്യക്തികളെ പിശാച് വിദഗ്ധമായിട്ട് കെണിയിലാക്കാൻ സാമാന്യം വിജയകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു തിന്മയുടെ ആയുധമാണ് നുണ. അതൊരു ഗൗരവമായിട്ട് ആത്മീയതയിൽ ഇച്ചിരി ആഴപ്പെട്ടു പോകുന്നവരും ആത്മീയ ബോധ്യങ്ങളുള്ളവരും വചനത്തിൽ വ്യക്തതയുള്ളവരും പോലും ശ്രദ്ധിക്കാറില്ല. നുണ പറയുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായി ഓരോ അവസരം വരുമ്പോൾ തരം പോലെ ചെയ്യുന്നൊരു കാര്യമായിട്ട് പലർക്കും അനുഭവപ്പെടുന്നുണ്ട്. അത് വലിയ അപകടമാണ്. അതേക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്തായിരുന്നാലും ഈശോയുടെ കാഴ്ചപ്പാട് വചനത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് വ്യത്യസ്തമാണ്. ഇപ്പോൾ നമ്മൾ കണ്ട വചനത്തിൽ നുണയനും നുണയുടെ പിതാവുമാണ് സാത്താൻ എന്ന് പറയുമ്പം നുണയനും നുണ പറയുന്നവരുടെ പിതാവുമാണ്. മറുവശത്ത് ഈശോ സ്വയം തന്നെ പറയുന്നത്, ഞാൻ സത്യമാണ്, സത്യം സത്യമായി എന്നിങ്ങോട്ട് പറയുന്നു. അതേയെന്നിടത്ത് അതെ, അല്ല എന്നിടത്ത് അല്ല. ഇതിനപ്പുറമുള്ളത് മത്തായി 5 നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായി 5:37 തിരുവചനത്തിൽ അത് ആണയിടുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. വ്യാജമായി ആണയിടരുത്. പക്ഷെ അതിലൂടെ ഈ വ്യാജം, നുണ, അതേക്കുറിച്ച് ഈശോ പറയുകയാണ്. മത്തായി 5:37 അതേയെന്നിടത്ത് അതെ, അല്ല എന്നിടത്ത് അല്ല. ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ദുഷ്ടന് പിശാചാണ്. ഈശോയ്ക്ക് ഇത് പങ്കുവെക്കാൻ ഒരു ശങ്കയില്ല, ഒരു സംശയവും ഇല്ല, ഒരു മടിയില്ല. വളരെ വ്യക്തമായിട്ട് ഈശോ പറയുന്നത്, അതേയെന്ന് ഒരവസ്ഥയുള്ളപ്പം അല്ലാന്ന് നമ്മൾ പറഞ്ഞാൽ, അല്ലാന്ന് നമുക്കറിയാമായിരിക്കെ അതേയെന്ന് പറഞ്ഞുകൊണ്ട് നീങ്ങിയാൽ, ഭാവിച്ചുകൊണ്ട് നീങ്ങിയാൽ, ഈശോ പറയാണ് ദുഷ്ടനിലേക്കാണ് നിങ്ങൾ ചേർന്ന് നിൽക്കുന്നത്. അത് വലിയ അപകടമാണ്. ഈശോയ്ക്ക് കാര്യത്തിൽ വളരെ ഗൗരവമാണ്. വിശുദ്ധ എഫ്രാസ്യാമ്മയുടെ ലിഖിതങ്ങളിൽ 50-ാമത്തെ കത്തിൽ എഫ്രാസ്യാമ്മ തൻ്റെ ഒരു ചെറിയ അനുഭവം പങ്കുവെക്കുന്നുണ്ട്. ചെറിയ അനുഭവമല്ല, അനുഭവങ്ങളെല്ലാം വലുത് തന്നെയാണ്, നമുക്കതുള്ളതാണ്. നമ്മൾ ഈ പുസ്തകത്തെക്കുറിച്ച് ഇവിടെ നേരത്തെയും പരാമർശിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കോപ്പി നാം എല്ലാവരുടെയും കയ്യിൽ വ്യക്തിപരമായിട്ട് നമുക്ക് വേണം എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയും. കാരണം നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ജീവിച്ച് സ്വർഗത്തിൽ എത്തിയെന്ന് സഭയിലൂടെ ദൈവം നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്ന സഹോദരി, അവരുടെ ആത്മീയ അനുഭവങ്ങൾ ആത്മീയ പിതാവിൻ്റെ പക്കൽ അനുസരണയുടെ കീഴ്
കുമ്പസാരക്കൂട്ടിൽ എന്ന പോലെ പങ്കുവച്ചിരിക്കുന്നതാണ്. ഒരു അതിശയോക്തി ഇതിനകത്തില്ല. ഒരുപാട് ആത്മീയ പുസ്തകങ്ങൾ ഒത്തിരി അതിശയോക്തിയുണ്ട്. ഹാഗ്യോഗ്രഫി എന്ന് പറയും. നമുക്കത് മുഴുവൻ വായിച്ചാൽ മുഴുവൻ എടുക്കാൻ പറ്റുകയില്ല. കാരണം എഴുതുന്ന ആളിൻ്റെ ആശയങ്ങളും തീഷ്ണതയും ഭാവനയെല്ലാം കയറി വരും. ഇത് ആരെങ്കിലും വായിക്കുമെന്ന് ഈ സഹോദരി ഓർത്തിട്ടേ ഇല്ല. ആത്മീയ പിതാവിന് അറിയാൻ വേണ്ടി മാത്രം ഉള്ളതുള്ളതുപോലെ പങ്കുവച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് ഒരു പതിര് പോലുമില്ല, ഒരു പൊടി പോലും തൂത്ത് കളയേണ്ടതില്ല. അതുകൊണ്ട് ഈ പുസ്തകത്തിന് അത്ര പ്രാധാന്യമുള്ളത്. ഇത് പ്രൈമറി ഗ്രേഡിലുള്ളൊരു ആത്മീയ പുസ്തകമാണ്. അതുകൊണ്ട് ഇതിൽ മുഴുവൻ സംഭവങ്ങളാണ് വിവരിച്ചിരിക്കുന്നത്, അനുഭവങ്ങൾ മാത്രം. ഭാഷ അല്പം പഴയത് മാത്രമേ ഉള്ളൂ. നമുക്ക് മലയാളത്തിലാണ്, ആർക്കും വായിക്കാൻ പറ്റും. ഈ ഒരു പുസ്തകത്തിലൂടെ ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരുപാട് ആത്മീയ കാര്യങ്ങളുണ്ട്. 50-ാമത്തെ കത്തിൽ 79 കത്തുകളാണ് എബ്രാസ്യം ആത്മീയപിതാവിന് എഴുതിയത് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൽ 50-ാമത്തെ കത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: വിശേഷിച്ചും സ്നേഹപിതാവിൻ്റെ കൽപ്പനയ്ക്ക് കീഴ്വഴങ്ങി എഴുതുന്നു. എല്ലാം രഹസ്യം കാക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഞാനൊരു തട്ടിപ്പ് എൻ്റെ നിഗളത്തിൻ്റെ ശക്തിയാലും നന്ദി കെട്ടവളായി ഞാൻ എൻ്റെ നല്ല ദൈവത്തെ മറന്നുകൊണ്ട് കപടമായി ഞാൻ ഒരു ദിവസം ഒരു മഹാപാപം ചെയ്തു പോയി. കപടമായി എന്ന് വെച്ചാൽ വ്യാജമായി, നുണ, അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. മഹാപാപം ചെയ്തു പോയി. പിതാവേ, ദൈവം ഈ ദുഷ്ടപാപിയെ ആ ക്ഷണത്തിൽ ശിക്ഷിച്ച് കളയാതെ എങ്ങനെ അനുഗ്രഹത്തോടെ എന്നെ കാത്തു രക്ഷിച്ചു, എങ്ങനെ എന്നോട് ക്ഷമിച്ചു. എൻ്റെ ഈ മഹാപാപത്തെ നന്ദികേടിനെയും ഓർത്ത് ഞാൻ അത്യന്തം ദുഃഖിക്കുന്നു. എൻ്റെ നല്ല ദൈവവും പരിശുദ്ധ അമ്മയും അതിൽ പിന്നെ എത്ര പക്ഷവും സ്നേഹവും എന്നോട് കാണിച്ചിട്ടും ഈ ഒരു വിഷാദവും ദുഃഖവും ഒരിക്കലും എന്നിൽ നീങ്ങി പോകുന്നില്ല. ഇതെൻ്റെ മരണം വരെ നല്ലൊരു ഓർമ്മയായി തീർന്നു. പിതാവേ, എനിക്ക് വേണ്ടി അപേക്ഷിക്കണം, മറന്നു പോകല്ലേ പിതാവേ. ഒരു മഹാപാപി, നന്ദി കെട്ടവളാകുന്നു ഞാൻ. തന്നെപ്പറ്റി തന്നെ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക് നന്ദി കെട്ടവൾ, മഹാപാപി, നികൃഷ്ട, അതെല്ലാം വ്യക്തിയുടെ യഥാർത്ഥ വിശുദ്ധ അവസ്ഥയെ കാണിക്കുന്നതാണ്, എളിമയെ കാണിക്കുന്നതാണ്. എനിക്ക് നല്ലവണ്ണം മനസ്സിലായി. ഞാൻ എൻ്റെ നിഗളത്താൽ ചെയ്ത ഈ ദോഷം ഇതാകുന്നു. ഇപ്രാസമയ സംഭവം വിവരിക്കുകയാണ്. ഒരു സഹോദരി ഞാൻ ശുദ്ധ കുർബാന കൈക്കൊണ്ട് സാഷ്ടാംഗം വീണ് കിടക്കുമ്പോൾ എന്നെ വന്ന് വിളിച്ചു. ഇപ്പോൾ കുർബാന കഴിഞ്ഞ് പള്ളിയിലെ രംഗം നമുക്ക് മനസ്സിലാകുന്നു. കുർബാന സ്വീകരണം കഴിയുമ്പോൾ ചില അവസരങ്ങളിലൊക്കെ ഇപ്രാസമിക്ക് ഒരു പാരവശ്യം ഉണ്ടാകുമായിരുന്നു, ഒരു ആത്മീയ അനുഭവം. അങ്ങനെ ഉണ്ടായിട്ട് പരിസരബോധമില്ലാതെ ഇങ്ങനെ കുറേ സമയം ആത്മീയ അനുഭവത്തിൽ ലയിച്ച് ഇരിക്കും. ചിലപ്പോൾ വീണ് കിടക്കും. അപ്പോൾ പരിസരമൊന്നും അറിയില്ല, ആര് വിളിച്ചാലും അറിയത്തില്ല. അങ്ങനത്തെ ഒരു അനുഭവം ഇടയ്ക്കിടയ്ക്കുണ്ട്. പക്ഷെ അന്ന് ഈ പ്രത്യേക ദിവസം കുർബാന സ്വീകരണം കഴിഞ്ഞ് സാഷ്ടാംഗം വിളിച്ച് കിടക്കുമ്പോൾ ഈ പാരവശ്യമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഈശോയോട് ചേർന്ന് പ്രാർത്ഥിച്ച് ദീപികാര സാന്നിധ്യം അനുഭവിച്ച് കിടക്കാൻ ഇബ്രാഹിമിക്ക് വലിയൊരു ആവേശമാണ്, സന്തോഷമാണ്. അങ്ങനെ കിടക്കുമ്പോൾ ഈ സഹോദരി ഒന്ന് വിളിച്ചു, എന്താ കാര്യത്തിന് വിളിച്ചപ്പിച്ചോട്ട് പോകാനായിട്ടാണ്. അപ്പോൾ ഞാനൊന്നും മിണ്ടാതെ എനിക്ക് ബോധക്കേട് എന്ന് കരുതട്ടെ എന്ന് എൻ്റെ നിഗളത്താൽ വിചാരിച്ച് ഏകദേശം 10 വിനാഴിയെ കടന്നു. ഒരു 10 നിമിഷം ഇബ്രാഹിമെ വിളി കേട്ടില്ല, തല പൊക്കുകയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പാരവശ്യത്തിലാണെന്ന് വിചാരിച്ചോട്ടെ, ഇടയ്ക്ക് കിടക്കുന്നതാണല്ലോ. അപ്പം ഈശോയുടെ കൂടെ അത്രയും കൂടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ മുഴുകി ലയിച്ചിരിക്കാമല്ലോ എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കണം അങ്ങനെ കിടക്കുകയാണ്. ആ സമയം എൻ്റെ പിതാവേ, പെട്ടെന്ന് ഈശോയുടെ സ്വരമാണ്: എവുപ്രാസ്യ, നീ എന്താകും നീ പ്രവർത്തിക്കുന്നത്? ക്ഷണം എഴുന്നേറ്റ് പോകണം എന്ന് പറയുന്നത് കേട്ടു. ഈശോ വളരെ കോപത്തോടുകൂടെ ഗൗരവത്തോടെ എവുപ്രാസ്യമെ ശാസിക്കുകയാണ്. എവുപ്രാസ്യ, നീ എന്താകും നീ കാണിക്കുന്നത്? ക്ഷണം എഴുന്നേറ്റ് പോകണം എന്ന് പറഞ്ഞു കേട്ടു. എൻ്റെ പിതാവേ, ഞാൻ എൻ്റെ സ്നേഹരക്ഷിതാവിനെ മറന്ന് പ്രവർത്തിച്ച ഈ ദുഷ്ടപ്രവൃത്തിയെ അറിഞ്ഞ് വളരെ വ്യസനത്തോടും ദുഃഖത്തോടും കൂടി ചെന്ന് കരഞ്ഞിരുന്നു. വീണ്ടും താൻ ഈശോ ഒരു സ്വരത്തിൽ ഗൗരവത്തിൽ ഇങ്ങനെ പറഞ്ഞു: ശുദ്ധമാന കുർബാന കൈക്കൊള്ളുന്നതിന് ഇടയാവുകയില്ല. എവുപ്രാസ്യ, നീ എന്താകുന്നു പ്രവർത്തിച്ചത് നല്ലവണ്ണം വിചാരിക്കണം. ഒരു ശിക്ഷയും ഈശോ കൊടുക്കുക എവുപ്രാസ്യാമ്മയ്ക്ക്. എൻ്റെ പിതാവേ, ഈ വാക്കാൽ എനിക്ക് വ്യസനവും ദുഃഖവും കൊണ്ടും എന്നെ നല്ല രക്ഷിതാവിനെ സങ്കടപ്പെടുത്തി പോയില്ലേ. ഈ ഒരു വശത്താൽ ഒന്നും ചെയ്യാൻ വശമില്ല, തളർന്ന് ബോധം കെട്ട് വീണുപോയി പിതാവേ. ബോധം കെട്ട് വീണു പോകാൻ മാത്രം എബ്രാസ്യാമ്മ ദുഃഖത്തിൽ നിറയുകയാണ്. നമ്മൾ ചിന്തിക്കണം, നമ്മൾക്ക് എന്തുമാത്രം ഇവിടെ എന്താ എബ്രാസ്യാമ്മ ചെയ്തത്? ഒരു ചെറിയ അഭിനയം, ഒരു ചെറിയ നുണ. അതേ എന്നുള്ളിടത്ത് അല്ല, അല്ല എന്നുള്ളിടത്ത് അതേയെന്ന് ഭാവിച്ചു. ആത്മീയ പാരവശ്യത്തിൽ അല്ല, എന്നിട്ടും ആത്മീയ പാരവശ്യത്തിൽ ആണ് എന്ന് ഭാവിച്ചു. അല്ല എന്നുള്ളപ്പോൾ അതേ എന്ന് ഭാവിച്ചു. ഈശോ പറയുന്നത് നമ്മൾ കണ്ടല്ലോ, മത്തായി 5:37, അങ്ങനെയുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഇത്രമേ എബ്രാസ്യാമ്മ ചെയ്തുള്ളൂ. അത് ഈശോയുടെ കൂടെ ആയിരിക്കാൻ കുർബാന സ്വീകരണം കഴിഞ്ഞ സമയത്ത്
വേറെ ഒരു തിന്മ അതിനകത്തില്ല. എന്നിട്ടും ഈശോ എത്ര ഗൗരവത്തിൽ ഇടപെടാൻ നോക്കിക്കേ, എത്ര ഗൗരവത്തിലാണ്. അതൊന്ന്, ഈശോ ശിക്ഷ കൊടുക്കുകയാണ്. നീ ഇങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ട് നാളെ നീ വിശുദ്ധ കുർബാന കൈക്കൊള്ളാൻ ഇടവരികയില്ല. ആ ഗൗരവം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഒരു വീഴ്ച ഉണ്ടായതിൻ്റെ പേരിൽ എബ്രാസ്യാമ അനുഭവിക്കുന്ന വേദന എന്തുമാത്രമാണ്, സങ്കടം എന്തുമാത്രമാണ്. ഞാൻ ചെന്ന് കരഞ്ഞിരിക്കുകയാണ്, ഇങ്ങനൊരു കപടത ഞാൻ കാണിച്ചല്ലോ, നുണ കാണിച്ചല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ അഭിനയിച്ചല്ലോ, മാപ്പ് ചോദിക്കുകയാണ്. വീണ്ടും എഴുതിയിരിക്കുകയാണ്, എൻ്റെ പിതാവേ, ഈ വാക്കാൽ, നാളെ കുർബാന സ്വീകരിക്കരുതെന്ന് പറഞ്ഞ്, ഈ വാക്കാൽ എനിക്ക് വ്യസനവും ദുഃഖവും കൊണ്ടും എന്നെ നല്ല രക്ഷിതാവിനെ ഞാൻ സങ്കടപ്പെടുത്തി പോയില്ലേ. ഈ ഒരു വ്യസനത്താൽ ഒന്നും ചെയ്യാൻ വശം വരെ തളർന്ന് ബോധം കെട്ട് വീണുപോയി. പിതാവേ, ഉച്ച തിരിഞ്ഞ് ഞാൻ കുമ്പസാരിക്കാൻ ആസ്തമായി. അച്ഛൻ വന്നു. അപ്പോൾ ഈ പാപ ഏറ്റവും കുമ്പസാരിച്ച് പേറ്റേഴ്സ് കുർബാന സ്വീകരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അച്ഛൻ വന്നു, എങ്കിലും കുമ്പസാരിക്കാനായിട്ട് പറഞ്ഞു കാണും. അച്ഛൻ എന്നോട് റെഡിയായി കുമ്പസാരിപ്പിക്കാനായിട്ട് ഇനി വരുന്നു. എബ്രാസ്യാമ ഒരുങ്ങി നിൽക്കുന്നു. അപ്പോഴും എന്ത് സംഭവിച്ചു? പെട്ടെന്ന് ഒരാൾക്ക് ഉപ്രൂശമാക്ക് ആൾ വന്ന് അച്ഛൻ പോയി. പള്ളിയിൽ നിന്ന് പെട്ടെന്ന് ഒരാൾ വന്ന്, വികാരച്ഛനും കൂടിയാണിത്, അച്ഛനെ വിളിച്ചുകൊണ്ട് പോയി. ആർക്കോ ഒപ്പുരുശമ, രോഗിയെല്ലാവരും കൊടുക്കണം. അപ്പം എബ്രാസ്യാമെ കുമ്പസാരിപ്പിക്കാൻ അച്ഛന് സമയം കിട്ടിയില്ല. അങ്ങനെ പോയി, അങ്ങനെ കുമ്പസാരം നടന്നില്ല. ഞാൻ ആ രാത്രിയിൽ സഹിച്ച വ്യസനവും ദുഃഖവും ആരോട് പറയണ്ടു? ആ രാത്രി മുഴുവനും ഉറങ്ങാൻ പറ്റാതെ കരഞ്ഞും മാപ്പ് ചോദിച്ചും വേദനിച്ചും ഇരിക്കുക. ഒരു കുഞ്ഞു പ്രവൃത്തി, പാപത്തിൻ്റെ കൊച്ചു പ്രവൃത്തി പോലും എന്തോ ഒരു വേദന ഉണ്ടാക്കുന്നു, നൊമ്പരമുണ്ടാക്കുന്നു. എന്തുകൊണ്ടാണ്? എബ്രാസ്യാമയുടെ മനസ്സാക്ഷി എത്ര ലോലമാണ്, ഡെലിക്കേറ്റ് കോൺഷ്യൻസ്. മനസ്സാക്ഷി ഹാർഡായിട്ട് പോകുന്നതും ലാക്സായിട്ട് പോകുന്നതുമായ അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ മോറൽ തിയോളജിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. കല്ലിച്ചു പോകുന്ന മനസ്സാക്ഷി, അയഞ്ഞു പോകുന്ന, ഇത് രണ്ടും അപകടമാണ്. വിശുദ്ധരെപ്പോഴും ഡെലിക്കേറ്റ് കോൺഷ്യൻസ് സൂക്ഷിച്ചിരുന്നു. വിശുദ്ധരെ സൃഷ്ടിക്കുന്ന മനസ്സാക്ഷി ലോല മനസ്സാക്ഷിയാണ്, മൃദു മനസ്സാക്ഷിയാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും നൊമ്പരമാകും. കണ്ണിനകത്തൊരു കൺപീലി അടർന്ന് വീണാൽ പോലും കിരികിരിക്കും. നമുക്ക് സാരമില്ലെന്ന് വെച്ച് വായിച്ചും കണ്ട് നടക്കാൻ പറ്റുകയില്ല. ആ കിരികിരിക്കുന്ന കാരണമാകുന്ന ആ കൺപീലി എടുത്ത് കളഞ്ഞെങ്കിലേ നമുക്ക് സ്വസ്ഥമാകുള്ളൂ. അതുപോലെ ശരീരവും കണ്ണും ഇങ്ങനെ കണ്ണുനീര് ഒഴുക്കിക്കൊണ്ട് അതിനെ കളയാൻ നോക്കുക. നമ്മളും തോണ്ടിയും തൂത്തും ഊതിയും വെള്ളമൊഴിച്ച് കഴുകിയും ഒക്കെ കളയാൻ നോക്കുകയാണ്. ഒരു കൺപീലിയല്ലേ ഉള്ളോ? അത് കണ്ണിനകത്ത് കിടക്കുന്നതുകൊണ്ട് കുന്തം കിടക്കുന്നോ അല്ലെങ്കിൽ അമ്പ് കിടക്കുന്നോ കല്ല് കിടക്കുന്നോ ഒന്നും അല്ലല്ലോ. ആൾ മരിച്ചു വീഴുകയൊന്നുമില്ല. പക്ഷേ നമുക്കതിനെ അവഗണിക്കാൻ പറ്റുന്നില്ല. കാരണം കണ്ണിനകത്തെ കോശങ്ങൾ വളരെ മൃദുവാണ്, വളരെ സെൻസിറ്റീവാണ്, ഡെലിക്കേറ്റ് കോശങ്ങളാണ്. എന്ന് പറഞ്ഞ പോലെ അതേസമയം കൈവെള്ളയിൽ നമുക്ക് എന്തെങ്കിലും ഇരുന്നാൽ നമുക്ക് അറിയാലോ. കാൽവെള്ളയിലൊക്കെ ഉപ്പൂറ്റി കോശങ്ങൾ ചത്ത് കല്ലിച്ചിരിക്കുന്നതാണ് തഴമ്പിച്ചത്. തഴമ്പ് ചെത്തിയാലും കണ്ടിച്ചാലും ചോരയോ പരികൾ വേദനിക്കുകയില്ല. ഇതുപോലെ മനസ്സാക്ഷി കല്ലിച്ചു പോകുന്ന അവസ്ഥകളുണ്ട്. അങ്ങനെ നമ്മുടെ മനസ്സാക്ഷി പോകാൻ അനുവദിക്കരുത്. അത് നമ്മളെ നാരകീയാവസ്ഥയിൽ കൊണ്ടുപോകും. അപകടം നമ്മൾ അറിയുകയില്ല. എബ്രാസ്യാമയ്ക്ക് ഇത്രയും ചെറിയൊരു വേദന വന്നപ്പോഴേ ഒരു കൺപീലി അടർന്നു വീണതുപോലെയേ ഉള്ളൂ, സഹിക്കാൻ പറ്റുന്നില്ല. എബ്രാസ്യാമ ഇരുന്ന് രാത്രി മുഴുവൻ കരഞ്ഞ് ഉറങ്ങാൻ പറ്റാതെ വിഷമിക്കുകയാണ്. അങ്ങനെ നേരം വെളുപ്പിച്ചു. നേരം വെളുത്ത് കുമ്പസാരിച്ച് ശുദ്ധ കുർബാന കൈക്കൊള്ളുന്നതിന്, കുർബാനയ്ക്ക് വെക്കുന്നതിന് അച്ഛൻ മറന്നുപോയി. വേറെ അച്ഛൻ കുർബാന ചെല്ലുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചു നിന്നു. എന്തു പറയുന്നു? താനും പറഞ്ഞ് നിറവേറി. ഞാൻ ശുദ്ധ കുർബാന കൈക്കൊള്ളുന്നതിന് ഇടയായില്ല. രാവിലെ ഒരു പക്ഷേ കുമ്പസാരിച്ച് നമുക്ക് വ്യക്തമല്ല കാര്യങ്ങൾ. കുമ്പസാരിച്ചത് കുർബാനയ്ക്ക് സ്വീകരിക്കാൻ വേണ്ടി നിന്നു. പക്ഷേ അച്ഛന് കുർബാനയ്ക്ക് കരുതി വെച്ചില്ല. അതുകൊണ്ട് അച്ഛൻ കുർബാന കൊടുക്കാതെ പോയി എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് സാഹചര്യം അറിഞ്ഞുകൂടാ. വേറെ അച്ഛൻ കുർബാന ചെല്ലാൻ വരും, അപ്പം ഈ കുർബാന സ്വീകരിക്കാമെന്ന് കരുതി എബ്രാസ്യാമ കാത്തു നിന്നു. വേറെ അച്ഛൻ വന്നുമില്ല. എബ്രാസ്യാമ ചുരുക്കിക്കൊണ്ട് പറയാണ്, എന്ത് പറയണ്ടു? താനും പറഞ്ഞു, ഈശോ പറഞ്ഞ് നിറവേറി. എന്താണ്? നാളെ നിനക്ക് ശുദ്ധ കുർബാന കൈക്കൊള്ളാൻ ഇട വരില്ല. എന്തിൻ്റെ പേരിൽ? ഈ ഒരു അഭിനയം നടത്തിയതിൻ്റെ പേരിൽ. സ്നേഹമുള്ളവരെ, ഈശോയുടെ മനസ്സ് എവിടെ നിൽക്കും നോക്കിക്കേ. നിസ്സാരമായൊരു കാര്യത്തിൽ പോലും ഒരു കപടത, നുണ ഈശോ ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്നു. നുണയുടെ കാര്യം മാത്രമല്ല, ഏത് തിന്മയും ഈശോയ്ക്ക് അങ്ങനെ നമുക്കറിയാം. ആസക്തിയുടെ ഒരു നോട്ടവും കോപത്തിൻ്റെ ഒരു ഫോഷാവിഡ്യ വാക്കും വ്യർത്ഥമായൊരു വാക്കും എന്തുമാകട്ടെ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഈശോ കാണിക്കുന്ന നിഷ്കർഷം നമ്മൾ ഗൗരവത്തിലെടുക്കണം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. നുണ പറയുന്ന വ്യക്തി തൻ്റെ തന്നെ ആത്മാവിനെ, അല്ല തന്നിലുള്ള പരിശുദ്ധാത്മാവിനെ കെടുത്തി കളയുകയാണ്, നശിപ്പിക്കുന്നു. ഈ ആത്മാവിനെ നശിപ്പിക്കുന്നു പറയുന്നത് സ്വന്തം ആത്മാവിനെ ആണെങ്കിൽ സ്വന്തം ആത്മാവിൽ ഓട്ട വീഴുന്നു. ഓട്ട വീഴുന്ന പാത്രത്തിൽ സഞ്ചിയിൽ ഒന്നും നിൽക്കുകയില്ല, കൃപാവരം നിൽക്കുകയില്ല. അല്ലെങ്കിൽ തന്നിലുള്ള പരിശുദ്ധാത്മാവിനെ കെടുത്തി കളയുന്നു. രണ്ട് അർത്ഥം ഏതായാലും ഫലം ഒന്ന് തന്നെയാണ്.
ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കില്ല, അല്ല നമ്മുടെ ആത്മാവ് തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ പറ്റാതെ വരുന്നു. അപ്പോൾ നുണ പറയുന്ന ആത്മാവ്, നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചല്ലോ, ആത്മജീവിതത്തിൽ സമയം ചെലവഴിച്ചും പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തിയും വചനം പാലിച്ചുമൊക്കെ പോകുന്ന പല വ്യക്തികൾ അഭിഷേകം നിറയുന്നില്ല എന്ന് അങ്ങനെയുള്ള ആർക്കെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിലും അഭിഷേകം ജ്വലിക്കുന്നില്ല, കത്തുന്നില്ല, പ്രാർത്ഥന ചൈതന്യം ഓണാകുന്നില്ല. പക്ഷെ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്, ധ്യാനങ്ങൾ കൂടുന്നു, അല്ല ശുശ്രൂഷ ചെയ്യുന്നു, പക്ഷെ ഒരു കത്തലാകുന്നില്ല, നിറവ് വരുന്നില്ല. അങ്ങനെ അനുഭവപ്പെടുന്ന ആത്മീയതയിൽ ചാഴപ്പെട്ടു പോകുന്ന വ്യക്തികൾ പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖല, നുണ പറയുന്ന ശീലമുണ്ടോ? ആരോടെങ്കിലും ഏത് സാഹചര്യത്തിലും നുണ പറയുന്ന ശീലമുണ്ടോ? പ്രഭാഷകൻ്റെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. നുണ വികൃതമായ കറയാണ്. വികൃതമായ കറയാണ്. എല്ലാ പാപവും കറയാണ്, അഴുക്കാണ്. നുണ വികൃതമായ കറയാണ്. ഭോഷൻ്റെയും അജ്ഞൻ്റെയും അധരത്തിൽ അത് എപ്പോഴും കാണും എന്ന് നമ്മൾ വായിക്കുകയാണ്. ഭോഷൻ്റെയും അജ്ഞൻ്റെയും വിഡ്ഢിയുടെയും അധരത്തിൽ അത് എപ്പോഴും കാണും, ഈ കറ പിടിച്ച അധരങ്ങൾ. വീണ്ടും ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്നൊരു പുസ്തകം നമുക്ക് പലർക്കും പരിചയമുണ്ടല്ലോ. മരിയ വാൾതോർത്ത് എന്ന ഇറ്റാലിയൻ സഹോദരിക്ക് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈശോ വെളിപ്പെടുത്തി കൊടുത്ത ദർശനങ്ങൾ, ഈശോയുടെ തന്നെ ജീവിതത്തെക്കുറിച്ചുള്ള ദർശനങ്ങളാണ് അതിൽ കൂടുതലും. അത് പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണ്. മലയാളത്തിൽ 16 വോളിയങ്ങളുണ്ട്, നമുക്കറിയാം. അത് ഒത്തിരി നമുക്ക് ആത്മീയ കരുത്ത് പകരുന്ന ദൈവരായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥ പരമ്പരയാണ്. ആ പുസ്തകം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന്, ഈശോ ഒരു പ്രഭാഷണത്തിൽ, ബൈബിളിൽ ആ സംഭവങ്ങളെല്ലാം ഇല്ല, ഇങ്ങനെ ഒരു പ്രബോധനം കൊടുക്കുകയാണ്. 3 സാഹചര്യങ്ങളിലാണ് മനുഷ്യ സാധാരണ നുണ പറയാറുള്ളത്. 3 സാഹചര്യങ്ങൾ. ഒന്നാമത് ഈശോ പറയുകയാണ്, ഭയന്നിട്ട് നുണ പറയുന്നു. ഭയന്നിട്ട് തല്ല് കിട്ടുമോ, ശിക്ഷ കിട്ടുമോ, ശകാരം കിട്ടുമോ, ആൾക്കാർ എന്നാ വിചാരിക്കും, നാണക്കേടാകുമോ, ഇങ്ങനെയുള്ള ചിന്തകൾ കയറി വന്നിട്ട് സത്യത്തെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് നുണ പറയാനിട വരുന്നു. ഒരുപക്ഷെ നല്ല ഉദാഹരണം പത്രോസ് അപ്പോസ്തലൻ തീ കായുന്നിടത്ത്, നീ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ എന്ന് ആ സ്ത്രീ പരിചാരക ചോദിക്കുമ്പോൾ, ഞാൻ അവനെ അറിയില്ല എന്ന് തള്ളിപ്പറഞ്ഞു. നുണയാണ് ഈ പറയുന്നത്. ഭയന്നിട്ടാണ്, പേടിച്ചിട്ട് നമ്മൾ നുണ പറയുമ്പോൾ സത്യത്തെയാണ് തള്ളിക്കറിയുന്നത്, ഈശോയെ തന്നെ തള്ളി പറയുകയാണ്. ഇതൊരു വലിയ അപകടം. ഭയന്നിട്ട് നമ്മൾ നുണ പറഞ്ഞു പോകാറുണ്ടോ? നമുക്ക് ആത്മവിശ്വാസം എടുക്കാൻ. രണ്ടാമത്തേത്, വെറുപ്പ് കൊണ്ട് നുണ പറയും. ആരോടെങ്കിലുമുള്ള വെറുപ്പാണ്. അതുകൊണ്ട് ആ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും പറയേണ്ടി വരുമ്പോൾ ഇല്ലാത്ത തിന്മകളൊക്കെ കയറ്റി അങ്ങ് പറയാനൊരു പൈശാചിക ആവേശം കയറിഞ്ഞ് വരും. ഞാൻ കണ്ടതാ, അത് അവർ തന്നെ ആയിരിക്കും ചെയ്തത്, എന്നാലും അങ്ങനെ ചെയ്തതാ. ഇപ്പോൾ 5-6 പ്രാവശ്യമായി, 10-15 പ്രാവശ്യമായി ഈ പണി ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ 1-2 സംഭവിച്ചിട്ടുള്ളതായിരിക്കും. നമ്മൾ പറയുമ്പോൾ 8 പ്രാവശ്യം 10 പ്രാവശ്യം അങ്ങനെ കയറ്റി പറയുകയാണ്. ഞാൻ കണ്ടതാണ്, ഉറപ്പായിട്ട് പറയുക, ശരിക്കും കണ്ടതല്ല, തോന്നിയതായിരിക്കും, വെറുപ്പ് കൊണ്ട്. അങ്ങനെ വെറുക്കുന്ന വ്യക്തിയെക്കുറിച്ച് നുണയായിട്ട് പറയുന്നു. ഇഷ്ടമില്ലാത്ത അച്ചു തൊട്ടതെല്ലാം കുറ്റം എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ആരെങ്കിലും വെറുക്കുന്നുണ്ടെങ്കിൽ ആ വെറുപ്പ് സംസാരിക്കുമ്പം ഇത് കൊലപാതകം തന്നെയാണ്. ഏഷണി, പരദൂഷണം, സ്വഭാവഹത്യ എന്നൊക്കെ പറയുന്നത് വെറുപ്പ് കൊണ്ട് നുണ പറയുമ്പം. മൂന്നാമത്തേത്, സ്വാർത്ഥത കൊണ്ട് നുണ പറയുന്നു. കാര്യം കാണാൻ വേണ്ടി നുണ പറയുന്നു. അല്ലെങ്കിൽ കോപ്പി അടിച്ച് വെച്ചിട്ട് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കേടുവന്ന സാധനം എടുത്ത് കൊടുത്തിട്ട് നല്ലതിൻ്റെ പണം വാങ്ങിക്കുന്നു, നല്ലതാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. അങ്ങനെ പണം കിട്ടാൻ, ലാഭമുണ്ടാകാൻ, നേട്ടമുണ്ടാകാൻ നുണ പറയുന്നു. കല്യാണ ആലോചന നടത്തുമ്പോൾ ഇല്ലാത്ത ഡിഗ്രിയും ഇല്ലാത്ത ഏക്കറുകളും ഇല്ലാത്ത ജോലിയും ഇല്ലാത്ത ശമ്പളവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞും ഭാവിച്ചും തെറ്റിദ്ധരിപ്പിച്ചിട്ട് നല്ല ബന്ധുത കിട്ടാൻ, അല്ലെങ്കിൽ നല്ല സ്ത്രീധനം കിട്ടാൻ, അങ്ങനെയൊക്കെയുള്ള കള്ളത്തരങ്ങളിലേക്ക് പോകുന്നു. സ്വാർത്ഥത വെച്ച്, ഇത് മോഷണം തന്നെയാണ് ഈശോ പഠിപ്പിക്കുകയാണ്. സ്വാർത്ഥത വെച്ച് നമ്മൾ നുണ പറയുമ്പോൾ മോഷണമാണ് ചെയ്യുന്നത്. ഈ 3 സാഹചര്യങ്ങളുള്ള തിന്മയും നമ്മൾ ഗൗരവത്തോടെ ഒഴിവാക്കിയെങ്കിലേ നുണയൻ്റെ മക്കളാകുന്ന അപകടം നമുക്ക് വർജിക്കാൻ പറ്റുകയുള്ളൂ. യോഹന്നാൻ 8:32 ഈശോ പറയുന്നുണ്ടല്ലോ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും, നുണ നിങ്ങളെ ബന്ധിതരാക്കും. നുണയോടുകൂടെ അപമാനവും പേരുദോഷവും എല്ലാം കയറി വരുമെന്നും പ്രഭാഷകൻ 20 നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ വാക്കിൻ്റെ വിലയെന്ന് പറയുന്നത് ആ വ്യക്തിയുടെ വിലയാണ്. ഒരു വാക്കിൻ്റെ വില പറയുന്ന ആളിൻ്റെ വിലയാണ്. ദൈവത്തിൻ്റെ വാക്കിന് ദൈവത്തോളം വിലയാണ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ദൈവം സത്യമാണ്. അവിടെ ദൈവത്തിൻ്റെ വാക്കിന് ദൈവത്തോളം വിലയുണ്ട്. നമ്മുടെ വാക്കിന് നാം തന്നെ വില കൽപ്പിക്കുന്നില്ലാതെ വരുന്ന അവസ്ഥയാണ് നുണ പറയുന്നത്. അവിടെ നുണ പറയുന്ന വ്യക്തി ആരും വിശ്വസിക്കുകയില്ല.
നുണ വീണ്ടും വീണ്ടും പറയുമ്പോൾ ആൾക്കാർക്കത് വൈകി തിരിയും. പിന്നെ ആ വ്യക്തി എന്ത് പറഞ്ഞാലും അവർ ചിരിച്ചുകൊണ്ട് തലയായിട്ട് നിൽക്കുകയുള്ളൂ. അവർക്കറിയാം ഇതൊന്നും വിശ്വസിക്കേണ്ട, കാരണം ഇന്നയാൾ പറഞ്ഞതാണ്. മറ്റൊരു വ്യക്തികൾ ഒരു വാക്ക് പറഞ്ഞാൽ അവിശ്വസനീയമാണെങ്കിൽ പോലും ആൾക്കാർ ചോദിക്കും, ആര് പറഞ്ഞത്? ഇന്നയാൾ പറഞ്ഞതാ എന്നാൽ ശരിയായിരിക്കും. ആ വാക്കിന് വിലയുണ്ട്. കാരണം എന്താ? പറയുന്നയാൾ തൻ്റെ വാക്കിന് വില കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ നുണ പറയുന്ന വ്യക്തി തൻ്റെ തന്നെ വിലയാണ് കെടുത്തി കളയുന്നത്. അതും ഒരു അപകടം പിടിച്ച അവസ്ഥയാണ്. പിശാചിൻ്റെ രണ്ട് സ്വഭാവം: വെറുക്കുന്നു, നുണയുടെ പിതാവും. രണ്ടാമത്തേക്ക് നമ്മൾ അല്പവും ചിന്തിക്കുകയായിരുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ കടന്നു കയറി നമ്മളെ വളരെ ചോർച്ചയുള്ളവർ, കൃപയുടെ നിറവിന് തടസ്സമാക്കി ചോർച്ചയുള്ളവരാക്കി തീർക്കാൻ സാത്താൻ വളരെ വിദഗ്ധമായിട്ടും വിജയകരമായിട്ടും പിശാച് പ്രയോഗിക്കുന്ന ഒരു തിന്മയുടെ ആയുധമാണ് നുണ. ഒരൊറ്റ വാക്കുപോലും, കമ്മാന്നൊരക്ഷരം പോലും നുണയായിട്ട് പറയില്ലാത്ത ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറണം. എങ്കിലേ നമ്മൾ ആത്മീയ നിറവിലേക്ക് വരികയുള്ളൂ. നമുക്കൊരു നിമിഷം പ്രാർത്ഥനയിൽ നമ്മുടെ ഉള്ളങ്ങളെ ചേർക്കാം. വഴിയും സത്യവും ജീവനുമായി ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവരായ രഹസ്യം പഠിപ്പിച്ച ഈശോയെ, പിശാചിനെ നുണയനായി, നുണയൻ്റെ പിതാവായി അങ്ങ് വ്യക്തമായിട്ട് കാണിച്ചു തന്നിരിക്കുന്നല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ അതേയെന്നുള്ളിടത്ത് അതേയെന്നും അല്ല എന്നുള്ളത് അല്ല എന്നും, അതിനപ്പുറമായിട്ട് എന്തെങ്കിലും ഞങ്ങൾ സംസാരിക്കാനും ഭാവിക്കാനും ഒരുപെട്ടാൽ അത് പിശാചിൻ്റെ ദുഷ്ടനിൽ നിന്ന് വരുന്ന പ്രവൃത്തിയായിട്ട് അങ്ങ് വ്യക്തമാക്കിയിരിക്കുന്നല്ലോ. ഞങ്ങളുടെ പ്രിയപ്പെട്ട വിശുദ്ധയായ അങ്ങയുടെ പ്രിയ മകളെ വിശുദ്ധ എഫ്രാസ്യാമ്മ തൻ്റെ ആത്മീയ അനുഭവം പങ്കുവച്ചിരിക്കുന്നതും അങ്ങ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തന്നല്ലോ. നിസ്സാരമായ ഒരു അഭിനയം അല്ല എന്നിടത്ത് അതേയെന്ന് ആത്മീയ പാരവശ്യം ഉണ്ട് എന്ന് ഭാവിച്ചുകൊണ്ട് ആ സഹോദരി കടന്നപ്പോൾ അങ്ങ് എത്ര ഗൗരവത്തോടെ കാർക്കശ്യത്തോടെ അവരെ ശകാരിച്ചു. ഒരു ശിക്ഷയും അങ്ങ് കൊടുത്തു. പിറ്റേ ദിവസം കുർബാന സ്വീകരിക്കാൻ ഇടയാവില്ല. അതേപടി സംഭവിക്കുകയും ചെയ്തു. എഫ്രാസ്യാമ്മയോട് അങ്ങ് അങ്ങനെ പെരുമാറിയത് ഞങ്ങൾക്ക് വേണ്ടി കൂടിയാണ്. അവർ ആത്മീയ പിതാവിൻ്റെ നിർദ്ദേശാനുസരണം എഴുതി വെച്ച് ഇന്ന് പുസ്തകമായി ഞങ്ങളുടെ കൈ കിട്ടി. അവരെ അടുത്താരയിൽ അങ്ങ് വിശുദ്ധയായിട്ട് സഭയിലൂടെ കാണിച്ചു തന്നുകൊണ്ട് അത് കണ്ട് പഠിക്കാൻ അങ്ങ് ആവശ്യപ്പെടുന്നുണ്ട്. കർത്താവായ ഈശോയെ, അങ്ങയോട് ചേർന്ന് സത്യത്തോട് ചേർന്ന് നടക്കുന്ന മക്കളായി, പിശാചിൻ്റെ സകല നുഴഞ്ഞുകയറ്റങ്ങളെയും പ്രതിരോധിക്കുന്ന മക്കളായി ഞങ്ങൾ മാറുവാൻ കൃപ തരണമേ, ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ദൈവമേ, പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ എളിയ ദാസനം കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ചും പാലാ രൂപതയുടെ വാഗവൺ മൗണ്ടൻമ ധ്യാനകേന്ദ്രത്തിൻ്റെ നിയമനാധികാരം അനുസരിച്ചും ഈ സമയം അങ്ങയുടെ വചനത്തിനായിട്ട് തുറന്ന് കാതോർത്ത് അതിനെ ശിശുഭാവത്തോടെ സ്വീകരിച്ച് അതിൻ്റെ പ്രകാശം മനസ്സ് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനമെടുത്ത് കൃപയ്ക്ക് വേണ്ടി തുറന്ന് കാത്തിരിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ ക്രൂശിതരം ഉയർത്തിക്കൊണ്ട് ഈ ദാസൻ ആശീർവദിക്കുന്നു. ഈ ആശീർവാദ സമയത്ത് അങ്ങയുടെ സത്യത്തിൻ്റെ വലിയ കൃപ ഈ മക്കളിലേക്ക് ഒഴുകി ഇറങ്ങി സകല നുണയുടെ അരൂപികൾ അവസ്ഥകൾ മക്കളിൽ നിന്ന് മാറിപ്പോകട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരുടെയും കൂടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.